ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇനി വലിയതാണെങ്കിൽ നിങ്ങളൊരു പകുതിയെല്ലാം എടുത്താൽ മതി. അതിനുശേഷം ഇതുപോലുള്ള സ്ക്രാപ്പർ നിങ്ങളെടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ക്രാപ്പറിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ നീര് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങളടുത്ത് ഇതുപോലത്തെ സ്ക്രാപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, ആ ചെറിയ ജാറിൽ ഇത് കനം കുറച്ച് അരിഞ്ഞിട്ടതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ നീര് പിഴിഞ്ഞെടുക്കാം. ഇതുപോലുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ എക്സാക്റ്റ് നീര് പിഴിഞ്ഞ് കിട്ടും. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചാൽ നമ്മൾ അരിപ്പയിൽ കൂടെ ഒന്ന് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്തിട്ടല്ല അതിൻ്റെ നീരെടുത്താലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. പിന്നെ പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കി ഈ സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കളയണമെന്നില്ല. ഇതിൽ കുറച്ച് എന്താ പറയുക, അരിപ്പൊടി കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മുഖത്ത് ഒരു സ്ക്രബ്ബറായിട്ട് ഇത് യൂസ് ചെയ്യുക. 10 മിനിറ്റ് മുഖം ഒന്ന് ഈ സാധനം ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഒരു ഇതും നമ്മൾ പിഴിഞ്ഞെടുത്ത ബാക്കി ഇതുണ്ടല്ലോ ബീട്രൂട്ട്, ആ ബീട്രൂട്ട് നിങ്ങൾക്ക് മുഖത്ത് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കളയണ്ടെന്നുള്ള രീതി പറഞ്ഞതാണ്, അത് യൂസ്ഫുൾ ആക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് ജസ്റ്റ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റായിട്ട് നീര് കിട്ടും. ഇതിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാവും കേട്ടോ. ഈ ബീട്രൂട്ട് ജ്യൂസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഈ ഫേസ് പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ തന്നെ ടാനൊക്കെ മാറി നല്ല ക്ലിയർ ഫേസ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണുള്ളത്. നിങ്ങളുടെ ഉള്ള നിറത്തിനേക്കാളും 2 ഇരട്ടി നിറം വർദ്ധിക്കാനും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ബീട്രൂട്ട് ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു മാക്സിമം ഒരു 4 ടേബിൾ സ്പൂണ് ബീട്രൂട്ട് ജ്യൂസ് മാത്രം മതി. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും പുട്ടിൻ്റെ പൊടിയൊന്നും യൂസ് ചെയ്യരുത്. പത്തിരിക്കോ നൂൽപുട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ പച്ചരി പൊടി ഉണ്ടല്ലോ, നല്ല പൗഡേർഡ് ആയിട്ടുള്ള ആ ഒരു പൊടി മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. പുട്ടിൻ്റെ പൊടിയിലെടുക്കുമ്പോൾ അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ സ്ക്രബ്, ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും തരിതരിപ്പുള്ള അരിപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇത്രയും പൗഡേർഡ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെ യൂസ് ചെയ്യണം. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നമ്മുടെ മുഖം എപ്പോഴും സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള നല്ല സെൽസും കൂടി നശിക്കാൻ കാരണമാവും. അപ്പോൾ വെളുക്കാൻ തേച്ചത് വേണ്ട എന്നെല്ലാം പറഞ്ഞ പോലത്തെ സ്ഥിതിയാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈരാണ് കേട്ടോ. തൈരിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യുക. പക്ഷേ തൈരിലാണ് എനിക്ക് എപ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടാറ് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. നല്ല രസമുള്ളൊരു കളറാണ് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്നത് നിങ്ങൾ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക ഒറ്റ ദിവസം. അതായത് ഇന്ന് ഉപയോഗിച്ചതിന് ശേഷം നാളെയും കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഇത് സൂക്ഷിച്ച് വെക്കുന്ന നേരം നിങ്ങളിത് അടച്ച് വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ അങ്ങ് മേലെ ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. നല്ലോണം ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുഖത്തേക്ക് ഫേസ് പാക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ അങ്ങ് വാരി തേച്ച് പറ്റിച്ച് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ 2 മിനിറ്റ് നല്ലോണം ഒരു സർക്കുലർ മോഷനിൽ നല്ലൊരു സ്മൂത്തായിട്ട് നമ്മുടെ മുഖത്ത് ഒരു മസാജ് കൊടുക്കണം. മസാജ് നമ്മൾ വെറുതെ ഒരു ഗ്ലിസറിനോ അലോവേര ജെല്ലോ ഉപയോഗിച്ചിട്ട് മുഖത്ത് ചെയ്യുന്നത് പോലും നല്ലതാണ് കേട്ടോ. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും നമ്മളെ ചെറുപ്പം നിലനിർത്താനും നമ്മളെ തൂങ്ങിപ്പോയ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നൊരു സംഭവമാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിലെല്ലാം പോകുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അവർ ഫേഷ്യലെല്ലാം ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ഒരുപാട് നേരം മസാജ് ചെയ്തിട്ടാണ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമുക്ക് അതിൻ്റെ അവസാനം കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവർ ഡ്രൈ ആകുന്നത് വരെ തന്നെ വെക്കുക. അതിനാണ് ഏറ്റവും റിസൾട്ട് ഉണ്ടാകുക. ഇനി സമയമില്ലാത്തവർ ഒരു 25 മിനിറ്റ് മിനിമം നിങ്ങളുടെ ഫേസിലേക്ക് വെക്കണം. അതിനുശേഷമാണ് കഴുകിക്കളയേണ്ടത്.
അപ്പോൾ നിങ്ങൾ സാധാരണ വെള്ളത്തിൽ അങ്ങ് കഴുകിക്കളയുക. കഴുകുന്ന സമയത്തും കൂടി നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് കൈ കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴുകിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മുഖം നല്ല നിറം വരാനും തിളക്കം വരാനും നല്ല ഗ്ലോ ആവാനും സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണിത്. ഇതിന് മുന്നേ ഞാനൊരു ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഇട്ടിരുന്നു. അതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പേര് കണ്ട് റിസൾട്ട് കിട്ടി എന്നുള്ള പോസിറ്റീവ് കമൻസാണ് ഫുള്ള് ആ വീഡിയോസിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് എൻ്റെ ചാനലിൽ നോക്കിയാൽ എൻ്റെ മോസ്റ്റ് വ്യൂഡ് വീഡിയോസിൽ അതുണ്ടാവും, ഫസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ മാത്രം ഒന്ന് കാണുക. പിന്നെ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാനിത് കഴുകിയെടുത്ത സമയത്ത് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾ ചെയ്യുന്നതിലും അടിപൊളി റിസൾട്ട് നമ്മളെ ഫേസിൽ കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.